ഹായ് അസ്സലാമു അലൈക്കും. ഇന്നലെ എൻ്റെ ട്യൂഷൻ മക്കളും മോളും കൂടി തന്നൊരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഞാനിത് ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത് മാത്രമല്ല ഇതൊക്കെ ഇവർ എപ്പോഴാണ് ഒപ്പിച്ചത്, ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഒരു പ്ലാനിങ് വേണമല്ലോ. ഈ പ്ലാനിങ് പോലും എപ്പോഴാണ് നടന്നതെന്ന് പോലും ഞാൻ അറിയില്ല കേട്ടോ. പിന്നീട് ഞാൻ ചോദിച്ചറിയാട്ടോ ചെയ്തത്. അപ്പോൾ സെൻഡ് ഓഫ് വേണം എന്നിവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാം കഴിയുകയാണ്, അപ്പോൾ ലാസ്റ്റത്തെ ഡേയിൽ സെൻഡ് ഓഫ് വേണമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഓക്കെ പറയുകയും ചെയ്തു. അങ്ങനെ എക്സാം തുടങ്ങിയതിന് ശേഷം പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം വരണം ഒരുമിച്ച് ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഭയങ്കര സംസാരമാണ്. ഞാനാണെങ്കിൽ വർക്കിന് പോയി വന്നൊരു ടൈം ആയതുകൊണ്ട് എനിക്ക് ഇവരുടെ കൂടെ ഫുൾ ടൈം ഇരിക്കാനുള്ള ഒരു ടൈം കിട്ടില്ല. അപ്പോൾ ഞാൻ ഇവർക്ക് കുറച്ച് പഠിക്കാനുള്ള ഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കും, പോർഷൻസ് പറഞ്ഞു കൊടുക്കും. ഞാൻ എണീറ്റ് പോകുമ്പോൾ എൻ്റെ പണികൾ കഴിഞ്ഞ് വരുമ്പോഴത്തേനും പഠിച്ചോളാം. പഠിച്ച ക്വസ്റ്റ്യൻ ചോദിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ നല്ല അടിൻ്റെ കിട്ടും. അതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ചിലപ്പോൾ ഇവർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അടി കിട്ടിയാലും പഠിക്കാത്തൊരവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഞാൻ പറയും നന്നായി പെട്ടെന്ന് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കളിക്കാൻ വിടാണ്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിൽ കളിക്കാൻ വിടുമല്ലോ എന്നുള്ള ആ ഇൻട്രസ്റ്റിൽ ഇവർ വേഗം പഠിക്കും കേട്ടോ. നല്ല മക്കളാണ് എല്ലാവരും. കുറച്ച് കുറുമ്പും കുറച്ചൊരു ഇതൊക്കെ ഉണ്ട്, എന്നാലും പഠിക്കാൻ പറഞ്ഞാൽ നല്ല രീതിക്ക് പഠിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ അവരുടെ കുറച്ച് കളിക്കൊക്കെ നിന്ന് കൊടുക്കും ചെയ്യും കേട്ടോ. വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം പഠിച്ചു കഴിഞ്ഞാൽ പോകുന്നതിന് ഒരു 10-15 മിനിറ്റ് മുന്നേ അവരെ കുറച്ച് നേരം കളിക്കാനൊക്കെ വിടാറുണ്ട്. എക്സാം ആയതിനു ശേഷം അതൊന്നും നടക്കാറില്ല കേട്ടോ. പക്ഷേ ഇതിപ്പോൾ ഈ ഒരു സർപ്രൈസ് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഇവർ നടത്തിയിട്ടുള്ള അധികം ഫോണിലൂടെയാണ്. ഞാൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും അലക്കാനോ മറ്റുള്ള ചെടി നനക്കാനോ പുറത്തത്തെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ എന്തായാലും പോകും. അപ്പോൾ ആ ടൈമിൽ മോള് ഫോണിലൂടെയാണ് കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടുള്ളത് എന്നുള്ളത് പിന്നീട് ഞാൻ അറിഞ്ഞു കേട്ടോ. അതും അവർ പറഞ്ഞിട്ടല്ല, ഞാൻ ഒരു പാരൻറ്റിന് എന്തൊരു ആവശ്യത്തിന് വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാണ് മോള് എല്ലാവർക്കും വിളിച്ചിട്ട് ഭയങ്കര പ്ലാനും കാര്യങ്ങളൊക്കെ അവളാണ് അതിൻ്റെ ഒരു മെയിൻ. പിന്നെ കേക്ക് ഹസ്ബൻഡിൻ്റെ വകയാണ്. അത് ഇക്കാൻ്റെ അടുത്ത് അവൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഉമ്മച്ചിക്ക് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കണം, അപ്പോൾ അതുകൊണ്ട് ഒരു കേക്ക് വേണം എന്നുള്ളത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വകയാണ്. ഈ കേക്ക് വീട്ടിലോട്ടാണ് വന്നത് തന്നെ, അതുപോലും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് നിൽക്കുന്ന സമയത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ഒരു 6 മണി ഒക്കെ ആകുമ്പോഴത്തേനും മക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പം തുടങ്ങിയ സെറ്റിങ്സാണ്. ഞാനപ്പോൾ പുറത്ത്, അപ്പോൾ ഞാൻ വരുമ്പോഴൊക്കെ ഇവർ കളിക്കണത് കാണുള്ളൂ. എന്നെയാണെങ്കിൽ മേലെന്തോ ഒപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ മേലേക്ക് വരാൻ പാടില്ല പറഞ്ഞിട്ട് എന്നെ ബ്ലോക്ക് ചെയ്യായിരുന്നു കേട്ടോ ചെയ്തിരുന്നത്. ഇന്നലെ വന്നിട്ട് 6 മണിക്ക് വന്നിട്ട് അതൊക്കെ സെറ്റ് ചെയ്ത് ഒരു 7-8 മണി ആയിക്കണം കേട്ടോ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ. അപ്പത്തിന് ഞാൻ വാഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിച്ച് വന്നതിന് ശേഷം എൻ്റെ കണ്ണ് പൊത്തിക്കൊണ്ടായിട്ടാണ് കേട്ടോ അതായത് സർപ്രൈസ് പൊട്ടിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പോപ്പർ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ഫ്രെയിമും കൂടെ ഇവർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇവരെല്ലാവരും കൂടെ ക്യാഷ് പിരിച്ചിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഇവരുടെ ആരുടെ പേരൻ്റ് ഒരാളുടെ അടുത്താണ് ഒപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഫോട്ടോ മോൾ അയച്ചു, എന്നിട്ട് വേറെ ആരൊക്കെ ഉണ്ടോ ചെയ്യിപ്പിച്ചിട്ട് ഫ്രെയിം 2-3 ദിവസമായി വീട്ടിലുണ്ടായിരുന്നു എന്ന് ഹസ്ബൻഡ് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞിട്ടില്ല. ഹസ്ബൻഡ് പറയുമായിരുന്നു അത് ഫ്രെയിം വീട്ടിൽ കൊടുന്ന് വെച്ചിട്ട് കുറച്ച് ദിവസമായിരുന്നു. ഞാൻ അതുപോലും കണ്ടിട്ടില്ല. കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് കൊടുക്കാനായിരുന്നു കേട്ടോ തന്നത്. അപ്പം ഞാനിതെല്ലാം വാങ്ങിക്കാട്ട് ചെയ്തത്. എനിക്ക് വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഒന്നും ഉണ്ടാക്കാനുള്ള ടൈമില്ല. പിന്നെ ആദ്യം ഞാൻ വിചാരിച്ച പൊറോട്ടയും ചിക്കനും ഓർഡർ ചെയ്യാം, അടുത്ത ഹോട്ടലുകളുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഗ്യാസിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ കാരണം ഇപ്പോൾ എല്ലാ ഹോട്ടലുകളും അടവാണ്. ഈ പൊരിക്കടി തന്നെ നമുക്ക് അത്താണിക്കെന്ന് അവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ഏരിയയിലൊന്നുമില്ല. അപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടാണ് വന്നത്. പിന്നെ അവരുടെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് കഴിക്കാനാകുമ്പോഴത്തേനും ഏകദേശം അതൊക്കെ തണുത്തിട്ടുണ്ടായിരുന്നുണ്ടോ. പിന്നെ അവർക്ക് അതായിരുന്നു, എനിക്ക് സർപ്രൈസ് തരാമെന്നുള്ളതായിരുന്നു മെയിനായിട്ട്. അപ്പോൾ പിന്നെ അവരുടെ കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു. എന്തായാലും അടിച്ച് പൊളിച്ചു വിട്ടാ. കാരണം അവർ ഇത്രയും നമ്മൾ ട്യൂഷന് വന്നാൽ പിന്നെ അധികം കളിക്കില്ലല്ലോ. ഇന്നത്തെ ദിവസം ഫുള്ള് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ അവരുടെ ഇഷ്ടത്തിന് വിട്ടു. വീട് പൊളിച്ചിട്ടെന്ന് പറഞ്ഞാൽ മതി, അത്രയും ബഹളമായിരുന്നു. എനിക്ക് സർപ്രൈസ് തരാൻ മക്കളുടെ കൂടെ തന്നെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാ പേരൻസിനും എൻ്റെ മക്കൾക്കും ഒരുപാട് നന്ദി. അപ്പം ഞാനും വളരെ ഹാപ്പിയാണ്, എൻ്റെ മക്കളും വളരെ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബായ്.